بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب قال رسول الله صلى الله عليه وسلم كم من صائم ليس له من صيامه إلا الجوع والعطش ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എത്ര നോമ്പുകാരാണ് യഥാർത്ഥത്തിൽ അവൻ്റെ നോമ്പുകളെ കൊണ്ട് അവന് കുറെ വിശപ്പും ദാഹവും സഹിച്ചു എന്നല്ലാതെ പ്രത്യേകമായ ഒരു അനുഭൂതിയോ ഒരു പ്രതിഫലമോ ഈ കഷ്ടതകളെ കൊണ്ട് ലഭിക്കാതെ പോകുന്ന ആളുകൾ. അള്ളാഹു അത്തരം പരാജയപ്പെട്ട നോമ്പുകാരെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മഹത്തുക്കൾ പറയുന്നുണ്ട്, നോമ്പെടുക്കുന്നവന് ഒരുപാട് പ്രത്യേകതമായ മര്യാദകളെ പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകളെ പാലിക്കുമ്പോൾ അതുവഴി അവന് ആത്മീയമായ വലിയ ഉയർച്ചയും അല്ലാഹു നൽകുന്നുണ്ട്. അതിലൊക്കെ ഉപരിയായ പ്രത്യേകമായ റമദാനിന്റെ പകലുകളിലും രാത്രികളിലും മനുഷ്യന് ഒരു പ്രത്യേകമായ നിയന്ത്രണവും ശാരീരികവും മാനസികവുമായ ഒരു ആരോഗ്യവും ഒരു മനഃശക്തിയും സംജാതമാകുന്നുണ്ട്. ഏതുപോലെ ഒരു ഇടിയേറ്റ മനുഷ്യൻ ഉണ്ടായിത്തീർന്ന പ്രത്യേകമായ സാഹചര്യത്തെ അവസ്ഥയെ അവന് വിശദീകരിക്കാൻ കഴിയില്ല. മറ്റൊരാൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. ഒരു കരണ്ടേറ്റ മനുഷ്യൻ, വൈദ്യുതാഘാതം അത് കേട്ട് ഷോക്കേറ്റ മനുഷ്യൻ ആ സമയത്തുണ്ടാകുന്ന പ്രത്യേകമായ ഒരവസ്ഥ, അതുപോലെ ഏത് സുഖങ്ങളെയും സന്തോഷങ്ങളും ഉണ്ടാകുന്ന പ്രത്യേകമായ അനുഭൂതി വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ഇരിക്കട്ടെ, ആ നിലക്ക് റമദാനിന്റെ മാസപ്പിറവി കാണലോടുകൂടി അല്ലാഹു തആല ഒരു പ്രത്യേകമായ അവസ്ഥ ആ ദിവസങ്ങൾക്കും സമയത്തിനും പ്രത്യേകിച്ച് രാവിനും പകലും നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധി ഉൾക്കൊണ്ട് വിജയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആദാബുകളിൽ പെട്ടതാണ്. അതിൽ മുഖ്യമായതാണ് കളവുകളെ തൊട്ടും ഗീബത്തുകളെ തൊട്ടും അവന്റെ നാവിനെ സൂക്ഷിക്കണം. മാത്രമല്ല, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, വനിൽ ഖൗദി ഫീമാ ലാ യഅനി, വഹത്തുക്കൾ പറയുന്നവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കരുത്. വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കണം. വയഹ്ഫദു ഐനഹു, കണ്ണിനെ അവൻ സൂക്ഷിക്കണം. ഹറാമായി നോമ്പിന്റെ യഥാർത്ഥ സത്യയെ തകർത്ത് കളയുന്ന മോശമായതിലേക്ക് നോക്കാൻ പാടില്ല. കണ്ണിന് സൂക്ഷിക്കണം. വഉദ്നഹു, അവന്റെ ചെവിയെയും സൂക്ഷിക്കണം. അനിന്നദ്രി വൽ ഇസ്തിമാഇ ഇലാ മാ ലാ യഹില്ലു ലഹു, ഹറാമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതിനെ തൊട്ടും നോക്കുന്നതിനെ തൊട്ടും വളരെ സൂക്ഷ്മത പുലർത്തണം. വൈലാ മാ യുഅദ്ദു ഫുദൂലൻ ഫീ ഹഖ്ഖിഹി, യഥാർത്ഥത്തിൽ അതൊരു തമാശയാണ്, ഒരു അനാവശ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഒന്നിലേക്കും അവന്റെ നോട്ടമോ കാഴ്ചയോ എത്തിപ്പെടാൻ പാടില്ല. അതിന് തൊട്ടൊക്കെ മാറി പരമാവധി സമയം പള്ളികളുമായി അതുപോലെ ഖുർആൻ ഓതലുമായി വളരെയധികം കൂലി ലഭിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് അവന്റെ സമയത്തെ ചെലവഴിക്കേണ്ടത്. അതിനെല്ലാം ഉപരിയായി റമദാൻ മാസത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അല്ലാത്ത കാലത്തും തൻ്റെ വയറ്റിലേക്ക് ശുബഹത്തുകൾ, ഹറാമുകൾ കടന്നു വരുന്ന തൊട്ടവന് സൂക്ഷിക്കണം. സംശയാസ്പദമായ ഭക്ഷണങ്ങൾ, അതുപോലെ ഹറാമാണെന്ന് അറിഞ്ഞ ഭക്ഷണങ്ങൾ അത് വയറ്റിലെത്തിപ്പോകുന്നതിനെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും നോമ്പ് തുറക്കുന്ന സമയത്ത് യജ്തഹിദു ജിദ്ദൻ അൻ ലാ യഫ്തുറ ഇല്ലാ അലൽ ഹലാൽ. ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തന്റെ അന്നസാഇഹുൽ ദീനിയ വൽ വസായൽ ഈമാനിയ പോലത്തെ കിതാബുകളിൽ അൽ ഹബീബ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് അൽ ഹദറമി അഷ്ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉപദേശങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥത്തിൽ കാണാം, ഹലാല് കൊണ്ടല്ലാതെ നോമ്പ് തുറക്കുന്നതിന് വളരെ സൂക്ഷിക്കണം കേട്ടോ. ചില മുൻഗാമികളായ സലഫ് സ്വാലിഹ്യങ്ങളായ പണ്ഡിതന്മാരും അവർ നോമ്പ് നോൽക്കുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവർ നോമ്പ് നിൽക്കുന്നത് എന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കലായിരുന്നു. ആരെടുക്കൽ വെച്ചാണ് ആരെടുക്കൽ വെച്ചാണ് നോമ്പ് തുറക്കുന്നത്, എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കുന്നത് എന്നവർ വളരെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിലേക്ക് പ്രേരിപ്പിക്കുന്ന വിധം തൻ്റെ ശിഷ്യന്മാരെ അവർ ഉണർത്താറുണ്ട്.
അതിനുപോൽ ബലകമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വല്ലത്ശൂ. എത്ര നോമ്പുകാരാണ് അവന്റെ നോമ്പുകളെ കൊണ്ട് അവൻ ലഭിക്കുന്നത് ദാഹവും വിശപ്പും മാത്രമാണ്, ഒരു പ്രതിഫലവും ലഭിക്കാതെ പോകുന്ന നോമ്പുകാർ. അത്തരം പരാജയപ്പെട്ട നോമ്പുകാരെ തൊട്ട് നിന്റെ നോമ്പിനെ നീ സൂക്ഷിക്കണം. നിന്റെ വസ്ത്രങ്ങളിൽ ഹറാമായത് കടന്നു വരാൻ പാടില്ല. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിന്റെ സാഹചര്യവും നിന്റെ സഹവാസവും നന്നാക്കി ദോഷങ്ങളെ തൊട്ട് നിന്റെ അവയവങ്ങളെ മാറ്റി നിർത്തി യഥാർത്ഥ നോമ്പുകാരനായി മാറാൻ നീ ശ്രമിക്കണം. മഹാന്മാരായ സ്വാലിഹീങ്ങൾ വളരെ ഹത്തവത്തായി നമ്മെ പഠിപ്പിച്ചൊരു നോമ്പുണ്ട്. ആ നോമ്പപ്പയാണ് അത് പ്രധാനമായും ദോഷത്തെ ഒഴിവാക്കുക. അതുപോലെ തന്നെ യഥാർത്ഥമായ ഹക്കായ കാര്യങ്ങൾ മാത്രം അനുഷ്ഠിച്ച് ഹറാമിൽ നിന്നും മാറി വളരെ സൂക്ഷ്മതയോടുള്ള ജീവിതം നയിച്ചിട്ട് അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചേരണം. ആ റബ്ബിന്റെ ഹദറത്തിൽ വെച്ച് തുറക്കുന്ന നോമ്പിനെ കുറിച്ച് മഹത്തുക്കൾ പാടിയത് കേട്ടില്ലേ? സുമ്മലി ദുനിയാ വദറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹദറത്തർ റഹ്മാനി ലിൽ വിസാലി സാൽ. അള്ളാഹുവിലേക്ക് വിസാലാവുക, റബ്ബിലേക്ക് ചേരുക. യഥാർത്ഥ നോമ്പുകാരൻ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു പ്രത്യേകത നോമ്പ്. അല്ലാഹു സൗമുലി വ അന അജ്സി ബിഹി, നോമ്പെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്ന് പറഞ്ഞാൽ ആ നോമ്പിന്റെ ഗോപ്യതയെ, അതിന്റെ രഹസ്യത്തെ അല്ലാഹുവിനല്ലാതെ അറിയില്ല. ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന രഹസ്യമാണ്. അവന്റെ മുഖത്ത് നോക്കി അത് വായിക്കാൻ കഴിയില്ല. ആ നോമ്പുകാരന്റെ യഥാർത്ഥ നോമ്പ് റബ്ബറിയുന്നു. ആ നോമ്പ് കൊണ്ട് അവന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നു. വിശുദ്ധിയോടെ ജീവിച്ച് അള്ളാഹുവിന്റെ മഹത്തുക്കളോട് കൂടെ മഹാന്മാരുടെ ഹദറത്തിലായി അള്ളാഹുവിന്റെ ഹദറത്തിൽ വെച്ചുകൊണ്ട് തുറക്കുന്ന നോമ്പ്, അതാണ് യഥാർത്ഥ സൂഫിയുടെ, യഥാർത്ഥമായ മുത്തഖിയുടെ നോമ്പ്. ആ നോമ്പും കൂടെ അതുകൊണ്ട് അതിനെ പരിശീലിക്കണം. 30 ദിവസം റമദാൻ നോമ്പ് കഴിഞ്ഞാലും ഐച്ഛികമായ സുന്നത്തായ നോമ്പുകൾ അത് അവസാനിക്കുമെങ്കിലും അവസാനിക്കാത്ത റബ്ബിന്റെ ഹദറത്തിൽ വെച്ച് തുറക്കപ്പെടുന്ന ഒരു നോമ്പുണ്ട്. ആ നോമ്പ് നിനക്ക് ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ നിന്ന് ഗ്രഹിക്കാം. തങ്ങൾ പറയുന്നു, അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയാണ്. ഫൈദാ കാന യൗമു സൗമിൻ സൗമു യൗമി അഹദികും ഫലാ യർഫുസ് വലാ യർഫുസ് വലാ യഫ്സഖ് വലാ യജ്ഹൽ ഫൈൻ ഇംറഉൻ ശാതമഹു ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സായിമുൻ. മുൻ ക്ലാസ് നാം ഓർമ്മപ്പെടുത്തിയതുപോലെ മുത്തനബി തങ്ങൾ പറയുന്നു, പരിചയാണ്. ആ പരിശീലനത്തിൽ കൈകാര്യം ചെയ്യണം. നോമ്പിന്റെ സമയമായാൽ നീ ചീത്ത പറയരുത്, ഒരാളെയും ആക്രമിക്കരുത്, വിവരക്കേടുകൾ ചെയ്യരുത്. നിന്നോട് ആരെങ്കിലും വിവരക്കേട് ചെയ്തുകൊണ്ടതിന്റെ വിവരമില്ലാത്തതിന്റെ പേരിൽ ചീത്ത പറയുകയോ ആക്രമിക്കുകയോ ചെയ്താൽ നിന്നെ സായിമെന്ന് നീ പറഞ്ഞേക്കണം. എന്നിട്ട് നോമ്പുകാരന്റെ ആദാബുകൾ പരിഹരിച്ച് അതൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നോമ്പുകാരൻ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദാബാണ്, മര്യാദയാണ് നമ്മൾ ഉണർത്തിയത്. ഇനിയും ധാരാളം മര്യാദകൾ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കാം. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നോമ്പിന്റെ പ്രത്യേകതയും നോമ്പ് കാലത്ത് അവിടുത്തെ പ്രത്യേകമായ അരയുടുപ്പുകൾ മുറുക്കിയുടുക്കി തൻ്റെ കുടുംബങ്ങളെ വിളിച്ചു ചേർത്ത് നോമ്പിൽ വല്ലാതെ പരിശ്രമവും കഠിനാധ്വാനവും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഹദീസുകളിൽ കാണാം. ആ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിസാലിന്റെ നോമ്പ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബിന്റെ ഹദറത്തിൽ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ റബ്ബിന്റെ ലിഖാ കണ്ടനുഗ്രഹിതരായ നിലക്ക് തുറക്കപ്പെടുന്ന നോമ്പിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും അതനുസരിക്കാനും അല്ലാഹുവേ വിശുദ്ധമായി റമളാൻ കൊണ്ട് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മുൻഗാമികൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. മുന്നൂറുകളായി ഞങ്ങളെ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളായ ഞങ്ങളെ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, ഞങ്ങളെ മാതാപിതാക്കൾ, വല്യപ്പമാര്, വല്യമ്മമാര് തുടങ്ങി മുൻഗാമികളായി മരണപ്പെട്ടു പോയ ഞങ്ങളെ മശായിഖന്മാർ, അവർ നടന്ന വഴിയിൽ നടക്കാനും അവർ പിൻപറ്റി ജീവിക്കാനും അവർ നിലനിർത്തിയതിനൊക്കെ നിലനിർത്താനും അവർ നയിച്ചതായിരിക്കുന്ന നിഷ്കളങ്കമായ ജീവിതം നയിച്ച് നിഷ്കളങ്കതയോടെ ജീവിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് മഹത്തുക്കളോട് കൂടെ സ്വർഗം നൽകപ്പെടുന്നവരിൽ അല്ലാഹുവേ
വിശുദ്ധ റമളാന്റെ ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.